പ്രിയരെ നമസ്കാരം. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും എന്നാൽ സാധ്യമായ രീതിയിൽ അവതരിപ്പിക്കുകയെന്ന ഉദ്യമത്തിന്റെ ഭാഗമായി പത്മപുരാണവും വായുപുരാണവും നാരദപുരാണവും അഗ്നിപുരാണവും അവതരിപ്പിച്ചതിന് ശേഷം വരാഹപുരാണം അവതരിപ്പിക്കുകയാണ്. ഈ പുരാണങ്ങളുടെ എല്ലാം പ്രധാന വസ്തുതകളാണ് പ്രതിപാദിക്കുന്നത്. മണിക്കൂറുകൾ നീളമുള്ള മുഴുനീള പുരാണങ്ങളും ഓരോ പുരാണങ്ങളെയും വിഭജിച്ച് 5ഉം 6ഉം വിഭാഗങ്ങളായി തരംതിരിച്ചും അവയെ ധാരാളം അംശമായി, അതായത് പുരാണങ്ങൾ പ്രതിപാദിക്കുന്ന ഓരോരോ വിഷയങ്ങളെ ആശ്രയിച്ച് ചെറിയ ചെറിയ വീഡിയോകളായും ചെയ്യുന്നു. നിങ്ങളുടെ സൗകര്യാർത്ഥം അവ കാണുവാൻ ശ്രമിക്കുക. സമയപരിമിതി ഏവർക്കും വലിയ വിഷയം തന്നെയാണല്ലോ. നമുക്ക് വരാഹപുരാണത്തിന്റെ സാരാംശത്തിലേക്ക് കടക്കാം. വരാഹപുരാണത്തിൽ 11 ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ഇതിൽ വരാഹം എന്ന വിഷ്ണു അവതാരം ഭൂമിയെ രസതലത്തിൽ നിന്ന് രക്ഷിച്ചതിന്റെ കഥ വിവരിക്കുന്നു. വരാഹപുരാണത്തിന്റെ ആദ്യ ഭാഗത്തിൽ 6 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിലെ ആദ്യ ഘട്ടത്തിൽ ഭഗവാൻ വരാഹം പൃഥ്വിയെ, അതായത് ഭൂമിയെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലെ 1-ാം ഭാഗത്തിൽ പൃഥ്വിയുടെ ചോദ്യങ്ങളാണുള്ളത്. രസതലത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയ ശക്തനായ അസുരനായ ഹിരണ്യാക്ഷന്റെ പിടിയിൽ നിന്ന് മഹാവിഷ്ണു വരാഹ അവതാരത്തിൽ പൃഥ്വിയെ മോചിപ്പിച്ചു. രക്ഷപ്പെടുത്തിയ ശേഷം പൃഥ്വി ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടുകൊണ്ട് പുഞ്ചിരിക്കുന്ന തന്റെ രക്ഷകനെ നോക്കി. അവൾ കൗതുകത്തോടെ ഭഗവാൻ വരാഹത്തോട് ചോദിച്ചു, ഓരോ കൽപ്പത്തിന്റെയും തുടക്കത്തിൽ സൃഷ്ടിപ്രക്രിയ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ലയനം എന്താണ്? നിങ്ങൾ മുഴുവൻ സൃഷ്ടിയെയും എങ്ങനെ വളർത്തുന്നു? 4 യുഗങ്ങളും ഏത് ക്രമത്തിലാണ് സംഭവിക്കുന്നത്? അവ എങ്ങനെ കണക്കാക്കുന്നു? എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോ യുഗത്തിലും അവതാരമെടുക്കുന്നത്? ഇതെല്ലാം എന്നെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഈ വിഷയങ്ങളിലെല്ലാം എന്നെ പ്രബുദ്ധയാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് കേട്ട ഭഗവാൻ വിഷ്ണു പൊട്ടിച്ചിരിച്ചു. ദേവതകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രപഞ്ചവും അദ്ദേഹത്തിന്റെ തുറന്ന വായിലൂടെ പൃഥ്വിക്ക് ദൃശ്യമായി. ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട് പൃഥ്വി ഭയന്നു. അവൾ ഭയത്താൽ വിറയ്ക്കുവാൻ തുടങ്ങി. ഭഗവാൻ വിഷ്ണു തന്റെ രൂപം മാറ്റിക്കൊണ്ട് ദിവ്യരൂപം വെളിപ്പെടുത്തി. ആകയാൽ അവൾക്ക് അവളുടെ ഭയത്തിൽ നിന്നും മുക്തി ലഭിച്ചു. ധ്യാനനിദ്രയിൽ ശേഷനാഗത്തിൽ വിശ്രമിക്കുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ ദിവ്യരൂപം പൃഥ്വി കണ്ടപ്പോൾ അവളിലെ എല്ലാ ഭയവും അപ്രത്യക്ഷമായി. ഭഗവാൻ വിഷ്ണുവിന്റെ ദിവ്യരൂപം കണ്ടവൾ അത്യധികം സന്തോഷിക്കുകയും തനിക്ക് നൽകിയ ഭാഗ്യത്തിന് നന്ദി പറയുകയും ചെയ്തു. അതീവ ഭക്തിയോടെ പൃഥ്വി ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിച്ചു. അവളുടെ സ്തുതിഗീതത്തിൽ വളരെയധികം സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മനസ്സിലാക്കുവാൻ എളുപ്പമല്ല. എങ്കിലും നിങ്ങളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. പരമമായ സർവശക്തൻ ശാശ്വതനാണ്. സൃഷ്ടിയുടെ വിശാലതയിൽ അഹം, അതായത് അഹങ്കാരം, അതുപോലെ 5 അടിസ്ഥാന ഘടകങ്ങളായ സ്ഥലം, ജലം, ഭൂമി, വായു, അഗ്നി എന്നിവ പരമമായ സർവശക്തനിൽ നിന്നും സ്വയം പ്രത്യക്ഷപ്പെടുന്നു. തുടർന്ന് മഹത്തായ ഘടകങ്ങളായ മഹത്വം, പ്രകൃതി, കൂട്ടായ ബോധം എന്നിവയും സ്വയം പ്രത്യക്ഷപ്പെടുന്നു. കൂട്ടായ ബോധമായ സത്വം, അതായത് ശുദ്ധം, രജസ്, തമസ്, അതായത് ഇരുട്ട് എന്നിവയിൽ ഓരോന്നിനോടും സംയോജിച്ചാണ് 3 വ്യത്യസ്ത അവസ്ഥകളിൽ നിർഗമിക്കുന്നത്. ഇരുണ്ട ഗുണവുമായുള്ള സംയോജനം മഹത് ബ്രഹ്മത്തിന്റെ പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതിനെ പ്രബുദ്ധർ, പ്രകൃതി അല്ലെങ്കിൽ സ്വാഭാവികത്വം എന്ന് വിളിക്കുന്നു. ക്ഷേത്രാഖ്യം അഥവാ ആത്മാവ് പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. ഈ രീതിയിൽ കൂട്ടായ ബുദ്ധിയുള്ള 3 ഗുണങ്ങളുടെയും വ്യത്യസ്ത ക്രമമാറ്റങ്ങളും സംയോജനങ്ങളും വ്യത്യസ്ത തന്മാത്രകൾ, അതായത് കാര്യങ്ങളുടെ സൂക്ഷ്മരൂപം സൃഷ്ടിക്കുന്നു. തന്മാത്രകളെ സൃഷ്ടിക്കുന്നത് ഇന്ദ്രിയങ്ങൾ, അതായത് ബോധമുള്ള അവയവങ്ങളാണ്. പ്രപഞ്ചം എങ്ങനെ നിലവിൽ വരുന്നു എന്നതിൻ്റെ വഴിയാണിത്. പിന്നീട് 5 അടിസ്ഥാന ഘടകങ്ങളുടെ സഹായത്തോടെ ഞാൻ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു. ആദിയിൽ ശൂന്യമായ ഇടം മാത്രമായിരുന്നു. തുടർന്ന് ശബ്ദം, ആകാശം, വായു, തേജസ് അഥവാ പ്രകാശം, ജലം തുടങ്ങിയ വിവിധ പ്രകൃതി ഘടകങ്ങൾ യഥാക്രമം ഉണ്ടായി. ഓരോന്നും ആദ്യത്തേതിൽ നിന്ന് ഓരോന്നായി പ്രകടമായി. പിന്നെ എല്ലാ ജീവജാലങ്ങൾക്കും അടിത്തറ നൽകാൻ ഞാൻ നിങ്ങളെ, അതായത് ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിയുടെയും വെള്ളത്തിൻ്റെയും സംയോജനം ഒരു മുട്ട അഥവാ അണ്ഡമായി. ആ അണ്ഡത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഞാനതിനുള്ളിൽ നാരായണനായി സ്വയം പ്രത്യക്ഷപ്പെട്ടു. ഓരോ കൽപ്പത്തിലും ബ്രഹ്മാവ് ഇരിക്കുന്ന താമര എൻ്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ചു. പിന്നെ സൃഷ്ടി ആരംഭിക്കാൻ ഞാൻ ബ്രഹ്മാവിനോട് അഭ്യർത്ഥിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടി ആരംഭിക്കുന്നതിൽ വിജയിച്ചില്ല. തൽഫലമായി അദ്ദേഹം കോപാകുലനാവുകയും അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് നിരന്തരം വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യ ശിശു പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ആ ദിവ്യ ശിശു രുദ്രനല്ലാതെ മറ്റാരുമല്ല. ബ്രഹ്മാവ് ആ കുട്ടിയോട് സൃഷ്ടി ആരംഭിക്കുവാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ കുട്ടിക്ക് കർമ്മം ചെയ്യാൻ കഴിയാഞ്ഞതിനാൽ തപസ് അനുഷ്ഠിച്ച് ശക്തി നേടാൻ തീരുമാനിക്കുകയും ആഴത്തിലുള്ള വെള്ളത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പിന്നെ ബ്രഹ്മാവ് തൻ്റെ വലത് കാലിൻ്റെ പെരുവിരലിൽ നിന്ന് പ്രജാപതിയെയും ഇടതുകാലിൻ്റെ പെരുവിരലിൽ നിന്ന് പ്രജാപതിയുടെ പത്നിയെയും സൃഷ്ടിച്ചു.
പ്രജാപതിയുടെയും പത്നിയുടെയും പ്രത്യക്ഷീകരണം ഇണചേരൽ സൃഷ്ടിയുടെ ആരംഭത്തെ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ സ്വയംഭൂവ മനു ജനിക്കുന്നു. കാലക്രമേണ ജനസംഖ്യയും വർദ്ധിച്ചു. ഓരോ കൽപ്പത്തിലും സൃഷ്ടി നടക്കുന്നത് ഇപ്രകാരമാണ്. ഭൂമി മാതാവിൻ്റെ ജിജ്ഞാസ ഇതുവരെ പൂർണ്ണമായും തൃപ്തിപ്പെടാത്തതിനാൽ സൃഷ്ടി പ്രക്രിയയിൽ കൂടുതൽ വെളിച്ചം പകർന്നു നൽകുവാൻ വരാഹ ഭഗവാനോടവർ അഭ്യർത്ഥിച്ചു. ഭഗവാൻ വരാഹം മറുപടി പറഞ്ഞു. അവസാന കൽപ്പത്തിൻ്റെ അവസാനത്തിൽ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിൽ മുങ്ങിയപ്പോൾ നാരായണൻ യോഗനിദ്രയിലേക്ക് പോയി. ഉണർന്നതിന് ശേഷം ലോകത്ത് യാതൊരു സൃഷ്ടിയും ഇല്ലെന്നത് അദ്ദേഹം ഉണരുന്നു. പരമമായ സർവശക്തനായ നാരായണൻ സൃഷ്ടാവും പരിപാലകനും സംഹാരകനുമായതിനാൽ സൃഷ്ടി ആരംഭിക്കാൻ തീരുമാനിച്ചു. നാരായണൻ എന്ന പദത്തിനർത്ഥം വെള്ളത്തിൽ വാസമുള്ളവൻ എന്നാകുന്നു. നാര എന്നാൽ ജലം എന്നും അയൻ എന്നാൽ വാസസ്ഥലം എന്നുമാകുന്നു. നാരായണനിൽ നിന്ന് പ്രകടമാകുന്ന 5 തരം അവിദ്യകളിൽ ആദ്യത്തേത് തമസ് അഥവാ ഇരുട്ട്, മോഹം അഥവാ ആസക്തി, മഹാമോഹം അതായത് പൂർണ്ണമായ ആസക്തി, തമിശ്രം അതായത് അസൂയ, ഹതമിശ്രം അതായത് കോപം എന്നിവയാണ്. 5 അവിദ്യകൾ പ്രകടമായതിനു ശേഷം പർവ്വതങ്ങൾ, മരങ്ങൾ തുടങ്ങിയ സ്ഥാവര വസ്തുക്കൾ നിലവിൽ വന്നു. ഇവ പ്രാഥമിക സൃഷ്ടികൾ, മുഖ്യ സർഗം എന്നറിയപ്പെടും. അതായത് പ്രധാന സൃഷ്ടി. തൻ്റെ സൃഷ്ടി പ്രക്രിയകളെ തുടർന്നുകൊണ്ട് ബ്രഹ്മാവ് മുൻകാല സൃഷ്ടികളായ മൃഗങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ജീവിവർഗങ്ങളെ സൃഷ്ടിച്ചു. ഈ പ്രത്യേക സൃഷ്ടിയെ ത്രിയാഗ് ശ്രോത അതായത് ചതുഷ്പദം അല്ലെങ്കിൽ 4 കാലുകളുള്ള സസ്തനി പ്രാണി എന്ന് വിളിച്ചിരുന്നു. ഈ രീതിയിൽ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികൾ നടത്തി. ബ്രഹ്മാവിൻ്റെ 6ാമത്തെ സൃഷ്ടിയെ സ്വാത്വിക സർഗം എന്ന് വിളിച്ചിരുന്നു. അതിൽ സ്വഭാവത്താൽ സദ്ഗുണമുള്ള ദേവതകൾ ഉൾപ്പെടുന്നു. മനുഷ്യരുടെ സൃഷ്ടി 7ാമത്തേതായിരുന്നു. ഇതിനെ അർവാസ്രോത സർഗം എന്ന് വിളിച്ചിരുന്നു. മനുഷ്യർ പോലും 3 തരക്കാരായിരുന്നു. പ്രധാനമായും സദ്ഗുണമുള്ളവർ, തിളക്കമുള്ള വ്യക്തിത്വമുള്ളവരും ഒരിക്കലും ദുഃഖം അനുഭവിച്ചിട്ടില്ലാത്തവരുമാണവർ. എന്നാൽ രജസും തമസും ഉള്ളവർ ദുഃഖങ്ങൾ അനുഭവിച്ചു. ബ്രഹ്മാവിൻ്റെ 8ാമത്തെ സൃഷ്ടിയെ അനുഗ്രഹ സർഗം എന്ന് വിളിക്കുന്നു. അതിൽ ലോകത്തിൻ്റെ അനുഗ്രഹത്തിനായി അദ്ദേഹം ഋഷിമാരെയും സന്യാസിമാരെയും സൃഷ്ടിച്ചു. ബ്രഹ്മാവിൻ്റെ 9ാമത്തെ സൃഷ്ടിയെ കൗമാര സർഗം അതായത് കൗമാര ജീവികളുടെ സൃഷ്ടി എന്നും വിളിച്ചിരുന്നു. അതിനാൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന 9 പ്രധാനതരം സൃഷ്ടികൾ ഇവയാണ്. ഒന്നാമതായി രുദ്രനും മറ്റു ദേവതകളും സ്വയം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് സനകൻ, സനന്ദനൻ എന്നിവരെ പോലെ ശാശ്വതമായ ജീർണതയിലേക്ക് വരികയും ചെയ്തു. പിന്നീട് ബ്രഹ്മാവിൻ്റെ 10 മാനസപുത്രന്മാരും സ്വയം പ്രകടമായി. മരീചി, അങ്കിരസൻ, അത്രി, പുലഹൻ, ക്രതു, പുലസ്ത്യൻ, പ്രചേതസൻ, ഭൃഗു, നാരദൻ, വസിഷ്ഠൻ തുടങ്ങിയവരാണ് ബ്രഹ്മാവിൻ്റെ 10 മാനസപുത്രന്മാർ. ബ്രഹ്മാവിൻ്റെ ആദ്യ സൃഷ്ടിയായ രുദ്രൻ അർദ്ധനാരീശ്വരനായി, അതായത് പകുതി പുരുഷനും പകുതി സ്ത്രീയുമായി അവതരിച്ചു. ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം രുദ്രൻ തൻ്റെ സ്ത്രീ രൂപത്തെ ഛേദിച്ചു. അതിൻ്റെ ഫലമായി 2 വ്യത്യസ്ത രൂപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഒന്ന് സ്ത്രീയും മറ്റൊന്ന് പുരുഷനും. പിന്നീട് പുരുഷരൂപത്തിൽ നിന്ന് 10 രുദ്രന്മാർ കൂടി പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാവരും ചേർന്ന് 11 രുദ്രന്മാർ എന്നറിയപ്പെടുന്നു. തുടർന്ന് വാമന പുരാണത്തിൻ്റെ 1ാം ഭാഗത്തിൻ്റെ 1ാം ഖണ്ഡത്തിലെ 2ാം ഭാഗത്തിൽ പ്രിയവ്രതൻ സ്വർഗവാസ സ്ഥലം പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പ്രിയവ്രത രാജാവിന് സ്വർഗരാജ്യം പ്രാപിക്കാൻ സഹായകമായ സംഭവം വിവരിച്ചുകൊണ്ട് ഭഗവാൻ വരാഹം പൃഥ്വിയോട് പറഞ്ഞു. സ്വയംഭൂവ മനു 1ാം കൽപ്പത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രിയവ്രതൻ, ഉത്ഥാനപാദൻ എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. പ്രിയവ്രതൻ സ്വഭാവത്താൽ വളരെയധികം സത്വൃത്തനായിരുന്നു. കാലക്രമേണ അദ്ദേഹം തൻ്റെ സിംഹാസനം ഉപേക്ഷിച്ച് തൻ്റെ രാജ്യം പുത്രന്മാർക്കിടയിൽ വിഭജിച്ച ശേഷം തപസ് അനുഷ്ഠിക്കുവാൻ ബദ്രികാശ്രമത്തിലേക്ക് പോയി. ഒരിക്കൽ നാരദമുനി അദ്ദേഹത്തിൻ്റെ ആശ്രമം സന്ദർശിച്ചു. പ്രിയവ്രതൻ തൻ്റെ ആദരണീയനായ അതിഥിയെ എല്ലാ ആദരവോടും കൂടി സ്വീകരിച്ചു. തുടർന്ന് പ്രിയവ്രതൻ നാരദനോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച രസകരമായ ഒരു സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്നു. പ്രിയവ്രതനെ കാണുവാൻ വരുമ്പോൾ നടന്ന രസകരമായ ഒരു സംഭവം നാരദൻ വിവരിച്ചു. ഇന്നലെ ശ്വേതദ്വീപിലെ ഒരു തടാകത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു അത്ഭുതകരമായ സംഭവം അനുഭവപ്പെട്ടു. ആ തടാകക്കരയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ദിവ്യ സുന്ദരിയെ ഞാൻ കണ്ടു. ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ അത്രയും ഏകാന്തമായ സ്ഥലത്ത് കണ്ടെത്തിയതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു നിമിഷം ആ കാഴ്ചയിൽ ഞാൻ മതിമറന്നു. എൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവളുടെ സൗന്ദര്യത്തിന് മുൻപിൽ നഷ്ടപ്പെട്ടു. എൻ്റെ കാമാസക്തി എന്നെ എൻ്റെ എല്ലാ അറിവിൽ നിന്നും പഠനത്തിൽ നിന്നും ശൂന്യതയിലേക്ക് നയിച്ചു. ഇപ്പോൾ എൻ്റെ ആ പെരുമാറ്റത്തെക്കുറിച്ച് ഞാൻ വളരെയധികം വിഷമിക്കുകയും ലജ്ജിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനകം അരുതാത്തത് സംഭവിച്ചിരുന്നു. അവൾ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ ദിവ്യ ശരീരത്തിനുള്ളിൽ വ്യക്തമായി കാണാവുന്ന ഒരു ദിവ്യശക്തിയുടെ രൂപം ഞാൻ ദർശിച്ചു. അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മറ്റു 2 പുരുഷരൂപങ്ങൾ സ്വയം വെളിപ്പെടുത്തി. പെട്ടെന്ന് ആ ദിവ്യ സ്ത്രീയെ മാത്രം അവശേഷിപ്പിച്ച് അവർ 3 പേരും അപ്രത്യക്ഷരായി.
ഈ അത്ഭുതകരമായ സംഭവത്തിൽ ഞാൻ സ്തബ്ധനായിപ്പോയി. അവൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞാൻ അത്യധികം ആകാംക്ഷയോടെ ചോദിച്ചു. എല്ലാ വേദങ്ങളുടെയും മാതാവായ സാവിത്രി ദേവിയല്ലാതെ മറ്റാരുമല്ലെന്ന ദിവ്യസ്ത്രീ എന്നോട് വെളിപ്പെടുത്തി. എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിയാഞ്ഞതിൽ എല്ലാ അറിവുകളും എൻ്റെ ഓർമ്മയിൽ നിന്ന് അപ്രത്യക്ഷമായി. അവളുടെ ശരീരത്തിനുള്ളിൽ പ്രകടമായ 3 ദിവ്യ പുരുഷന്മാർ വാസ്തവത്തിൽ 3 വേദങ്ങളായ ഋഗ്വേദം, സാമവേദം, യജുർവേദം എന്നിവയാണെന്നും അവൾ വെളിപ്പെടുത്തി. ഈ അത്ഭുതകരമായ വസ്തുതകൾ വെളിപ്പെടുത്തിയ ശേഷം ഈ തടാകത്തിൽ കുളിക്കുന്നതിലൂടെ വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, എൻ്റെ മുൻകാല ജന്മങ്ങളിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് ഓർമ്മ ലഭിക്കുമെന്ന് സാവിത്രി ദേവി ഉറപ്പു നൽകി. ഞാൻ സാവിത്രി ദേവിയെ സ്തുതിക്കുകയും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. പിന്നീട് ഞാൻ തടാകത്തിൽ കുളിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാവിത്രി ദേവി പ്രവചിച്ചതുപോലെ എൻ്റെ മുൻ ജന്മങ്ങളിലെ എല്ലാം അപ്പോൾ ഞാൻ ഓർത്തു. പ്രിയവ്രതൻ നാരദൻ്റെ അനുഭവത്തിൽ ആശ്ചര്യഭരിതനായി. അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം വിവരിക്കാൻ നാരദനോട് ആവശ്യപ്പെട്ടു. അതിനാൽ തന്നെ നാരദൻ ഒരു സംഭവം വിവരിക്കുവാൻ തുടങ്ങി. സത്യയുഗത്തിൽ ഞാൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. എൻ്റെ മാതാപിതാക്കൾ എന്നെ സാരസ്വതൻ എന്ന് വിളിച്ചു. ഞാൻ പഠനത്തിൽ അത്യധികം തൽപരനായിരുന്നു. പഠിച്ചു വളർന്ന് ഒരു പ്രശസ്ത പണ്ഡിതനായി. സർവശക്തനായ ദൈവം എനിക്ക് ധാരാളം സമ്പത്തുകൾ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ വളരെ പെട്ടെന്ന് എൻ്റെ ഏകദാനവും പതിവുള്ളതുമായ ജീവിതം എനിക്ക് മടുത്തു. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിനേക്കാൾ ജീവിതത്തിൽ കൂടുതൽ കാര്യമുണ്ടെന്ന് എനിക്ക് വ്യക്തമായി. അങ്ങനെ മോക്ഷം നേടാൻ ഞാൻ തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. എൻ്റെ എല്ലാ സമ്പത്തും മക്കൾക്ക് വീതിച്ചു നൽകി സരസ്വതി നദിയുടെ തീരത്തേക്ക് പോയി അവിടെ വെച്ച് ആദ്യം എൻ്റെ പൂർവികരുടെ പേരിൽ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തു. തുടർന്ന് യജ്ഞങ്ങൾ നടത്തി. ദരിദ്രർക്ക് ധാരാളം സമ്പത്ത് ദാനം ചെയ്തു. സംതൃപ്തനായ ഞാൻ പുഷ്കര തീർത്ഥത്തിൽ പോയി സരസ്വതി നദിയുടെ തീരത്ത് ഓം നമോ നാരായണ എന്ന പുണ്യമന്ത്രവും ബ്രഹ്മപാർ സ്തോത്രവും ജപിച്ചുകൊണ്ട് തപസ് ചെയ്തു. ഒടുവിൽ ഭഗവാൻ നാരായണൻ സന്തുഷ്ടനായി എൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ശ്രീഹരി എൻ്റെ ആഗ്രഹം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ദിവ്യരൂപത്തിൽ ഐക്യപ്പെടാനുള്ള എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഭഗവാൻ നാരായണൻ എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ലോകത്തിന് താങ്കളുടെ ആവശ്യമുണ്ടെന്നും അതിനാൽ നിങ്ങളുടെ ഈ ആവശ്യം എന്നാൽ നിറവേറ്റാൻ കഴിയില്ലെന്നും അദ്ദേഹം മൊഴിഞ്ഞു. അദ്ദേഹം എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ പേര് നാരദൻ എന്ന് മാറ്റി നൽകുകയും ചെയ്തു. കാരണം ഞാൻ എൻ്റെ പൂർവികർക്ക് ശ്രദ്ധാചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനിടയിൽ ജലം, അതായത് നാരദാനം ചെയ്തു. ശ്രീഹരിയുടെ ദിവ്യരൂപത്തിൽ ഐക്യപ്പെടാനുള്ള എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിലും എൻ്റെ നശ്വരമായ കണ്ണുകളാൽ അദ്ദേഹത്തിൻ്റെ ദിവ്യരൂപം കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനാൽ ഇപ്പോഴും ഒരു ആശ്വാസം. അതിനുശേഷം എൻ്റെ ജീവിതം ഞാൻ ശ്രീഹരിയെ ആരാധിക്കുന്നതിനായി സമർപ്പിച്ചു. എൻ്റെ മരണശേഷം ഞാൻ ബ്രഹ്മലോകം നേടി. ഭഗവാൻ ശ്രീഹരിയോടുള്ള എൻ്റെ ഭക്തിക്ക് എനിക്ക് മതിയായ പ്രതിഫലം ലഭിച്ചു. പിന്നീട് ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ 10 മാനസപുത്രന്മാരിൽ ഒരാളായി ഞാൻ അവതരിച്ചു. ശ്രീഹരിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജനങ്ങൾ എന്നെ ലോകഗുരുവായി കണക്കാക്കുവാൻ തുടങ്ങിയത്. അതിനാൽ പ്രിയംവ്രത, മോക്ഷം പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ മാതൃക പിന്തുടർന്ന് ശ്രീഹരിയുടെ നാമത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. വരാഹ ഭഗവാൻ വിവരിക്കുന്ന കഥകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന പൃഥ്വി നശ്വരമായ കണ്ണുകളാൽ ഭഗവാൻ നാരായണനെ കാണാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. വരാഹ ഭഗവാൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. മത്സ്യം, അതായത് മീൻ, കച്ചപം, അതായത് ആമ, വരാഹം, അതായത് പന്നി, നരസിംഹം, അതായത് പകുതി മനുഷ്യനും പകുതി സിംഹവും, വാമനൻ, അതായത് കുള്ളൻ, പരശുരാമൻ, രാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ഭഗവാൻ നാരായണൻ 10 അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അവസാന അവതാരമായ കൽക്കി ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഈ 10 അവതാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പൂർണ്ണ ഭക്തി പുലർത്തുന്നതിലൂടെ ഒരു മനുഷ്യന് ഭഗവാൻ നാരായണനെ സാക്ഷാത്കരിക്കാൻ കഴിയും. ദേവന്മാർക്ക് പോലും ഈ ദിവ്യാനുഭവം അനുഭവിക്കാൻ കഴിയില്ല. പിന്നെ മനുഷ്യരെക്കുറിച്ച് വേറെ എന്താണ് പറയേണ്ടത്? ശ്രീഹരിയുടെ 3 ഗുണങ്ങളുടെയും പ്രകടനമാണ് ബ്രഹ്മാവ്. വാസ്തവത്തിൽ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ സൃഷ്ടി പ്രക്രിയകൾ നടത്തുന്നത് ശ്രീഹരി തന്നെയാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം തുടങ്ങിയ വിവിധ പ്രകൃതി രൂപങ്ങളിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹമാണ്. ബോധം പോലുള്ള വിവിധ അമൂർത്ത ഗുണങ്ങളിൽ സ്വയം പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹമാകുന്നു. അദ്ദേഹം സർവ്വവ്യാപിയും മുഴുവൻ പ്രപഞ്ചവുമാണ്. നാരദന്റെ പ്രഭാഷണങ്ങൾ പ്രിയംവ്രതനെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നറിയാൻ പൃഥ്വി ആകാംക്ഷയോടെ ഭഗവാൻ വരാഹത്തോട് ചോദിച്ചു. വരാഹ ഭഗവാൻ മറുപടി പറഞ്ഞു. നാരദന്റെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായ പ്രിയവ്രതൻ സ്വന്തം സിംഹാസനം ഉപേക്ഷിച്ച് രാജ്യം പുത്രന്മാർക്കിടയിൽ തുല്യമായി വീതിച്ച ശേഷം തപസ് ചെയ്യുവാൻ പോയി.
ഒടുവിൽ തന്റെ പൂർണ്ണമായ ഭക്തിയുടെ ഗുണത്താൽ ഭഗവാൻ ശ്രീഹരിയുടെ വാസസ്ഥലം പ്രാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വരാഹപുരാണം 1-ാം ഭാഗത്തിന്റെ ആദ്യ ഖണ്ഡത്തിന്റെ 2-ാം ഘടകത്തിൽ അശ്വശുരൻ ഭഗവാൻ നാരായണനുമായി ഒന്നിച്ചു ചേരുന്ന സംഭവത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അശ്വശുരനും ഭഗവാൻ നാരായണനും തമ്മിലുള്ള ഐക്യത്തെ വിവരിക്കുന്ന പ്രസിദ്ധമായ സംഭവത്തെക്കുറിച്ച് പൃഥ്വി ഭഗവാൻ വരാഹത്തോട് ചോദിച്ചു. തുടർന്ന് ഭഗവാൻ വരാഹം ഇപ്രകാരം മൊഴിയുന്നു. പുരാതന കാലത്ത് അശ്വശുരൻ എന്നൊരു സദ്വൃത്തനായ രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം അശ്വമേധ യാഗം നടത്തി അതിൽ വലിയ തോതിൽ സമ്പത്ത് ദാനം ചെയ്തിരുന്നു. ഒരിക്കൽ കപിലൻ എന്ന മഹർഷി മുനി ജൈഗിഷവ്യന്റെ അകമ്പടിയോടെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തി. അശ്വശുര രാജാവ് തന്റെ 2 വിശിഷ്ടാതിഥികളെ ആദരപൂർവ്വം സ്വീകരിച്ചു. ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ ഭഗവാൻ നാരായണനെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്നും അദ്ദേഹത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെക്കുറിച്ചും ചോദിച്ചു. ആത്മജ്ഞാനികളായ 2 മുനിമാരും അശ്വശുരൻ ഈ ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ അജ്ഞത മൂലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാരായണന്റെ സർവ്വവ്യാപിയായ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തെ ബോധവൽക്കരിക്കുവാൻ തീരുമാനിച്ചു. നാരായണനെ പ്രീതിപ്പെടുത്തുക എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മുൻപിൽ ഈ 2 നാരായണന്മാർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലേ? എന്നാൽ ആ അഭിപ്രായ പ്രകടനം അശ്വശുരന് രസിച്ചില്ല, ബോധ്യപ്പെട്ടതുമില്ല. അതിനാൽ അദ്ദേഹം മറുപടി പറഞ്ഞു, നിങ്ങൾ ഇരുവർക്കും അമാനുഷിക ശക്തികൾ ഉണ്ടെന്നും തപസ്സിലൂടെ നേടിയ പുണ്യങ്ങൾ കാരണം നിങ്ങളുടെ എല്ലാ പാപങ്ങളും നശിച്ചുവെന്നതും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നാരായണൻ എന്ന നിങ്ങളുടെ അവകാശവാദം ഞാൻ വിശ്വസിക്കുന്നില്ല. ഭഗവാൻ നാരായണൻ സർവശക്തനായ ദൈവവും പരമദേവനുമാണ്. അദ്ദേഹം തൻ്റെ കരങ്ങളിൽ ഒരു ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ വഹിക്കുന്നു. അദ്ദേഹം പീതാംബരം ധരിക്കുന്നു. ഗരുഡവാഹനനുമാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വം വർണ്ണിക്കാൻ കഴിയാത്തതും അതുല്യവുമാണ്. അശ്വശുരൻ സാധുവായ കാര്യങ്ങൾ ഉന്നയിച്ചതുപോലെ കപില മഹർഷി തൻ്റെ ദിവ്യശക്തികളുടെ സഹായത്തോടെ രൂപാന്തരപ്പെടുത്തി സ്വയം വിഷ്ണുവായി. അതുപോലെ ജൈഗിഷവ്യ മുനിയും തൻ്റെ രൂപം രൂപാന്തരപ്പെടുത്തി സ്വയം ഗരുഡനായി. എന്നാൽ അശ്വശുരന് അതിലും ബോധ്യം വന്നില്ല. ബ്രഹ്മാവിൻ്റെ വാസസ്ഥലമായിരുന്ന താമര നിങ്ങളുടെ നാഭിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണവുമില്ലാത്തതിനാൽ ഞാൻ നിങ്ങളെ എങ്ങനെ നാരായണനായി അംഗീകരിക്കും? പിന്നീട് കപിലമുനി തൻ്റെ രൂപം ചെറുതായി മാറ്റി സ്വന്തം നാഭിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു താമരപ്പൂവ് അശ്വശുരന് ദൃശ്യമാകുന്ന ഒരു ഭ്രമം സൃഷ്ടിച്ചു. ജൈഗിഷവ്യ മുനി ബ്രഹ്മാവിൻ്റെ വേഷത്തിൽ ആ താമരപ്പൂവിൽ ഇരുന്നു. മാത്രവുമല്ല, കൊട്ടാര വളപ്പിനുള്ളിൽ എല്ലാത്തരം ജീവജാലങ്ങളുടെയും ഒരു ബ്രഹ്മവും സൃഷ്ടിച്ചു. ഇപ്പോൾ അശ്വശുരൻ ശരിക്കും ആശയക്കുഴപ്പത്തിലായി. 2 മുനിമാരോടും മാന്ത്രിക മന്ത്രവാദം വിച്ഛേദിക്കാൻ ആവശ്യപ്പെട്ടു. 2 മുനിമാരും അശ്വശുരന്റെ ക്ഷമയുടെ പരിധി പരീക്ഷിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അതിനാൽ അവർ സ്വന്തം വേഷഭൂഷാദികളോടെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. ഇരുവരും പറഞ്ഞു, നാരായണൻ ഒന്നാണ്, പക്ഷേ എണ്ണമറ്റ രൂപങ്ങളിൽ സ്വയം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മുഴുവൻ പ്രപഞ്ചവും അവൻ്റെ സൃഷ്ടിയാണ്. അദ്ദേഹം എല്ലാ സൃഷ്ടികളിലും ഉണ്ട്. ഒരു മർത്യന് സർവശക്തനായ നാരായണന്റെ തേജസ് വഹിക്കാൻ കഴിയില്ല. അദ്ദേഹം തൻ്റെ കൂടുതൽ സൗമ്യമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ പ്രബുദ്ധനായ വ്യക്തിക്ക് അവനെ കാണാൻ കഴിയൂ. അതിനാൽ നിങ്ങൾ മനുഷ്യരാശിയുടെ സേവനത്തിൽ ഏർപ്പെടണം. ഓരോ മനുഷ്യനെയും ഭഗവാൻ നാരായണൻ സ്വയം വെളിപ്പെടുത്തുന്ന മാധ്യമമായി കണക്കാക്കുന്നു. 2 മഹർഷിമാരുടെയും വിശദീകരണത്തിൽ അശ്വശുരൻ തൃപ്തനാണെങ്കിലും ഒരു ചോദ്യം അദ്ദേഹത്തെ വളരെയധികം അലട്ടിക്കൊണ്ടിരുന്നു. അതിനാൽ അദ്ദേഹം ചോദിച്ചു, മോക്ഷം ലഭിക്കാൻ ആർക്കാണ് ഏറ്റവും സാധ്യതയുള്ളത്? അറിവുള്ള വ്യക്തിക്കോ അതോ ശരിയായ പ്രവൃത്തികളിൽ മുഴുകുന്ന വ്യക്തിക്കോ? അതിന് സാക്ഷ്യമായി കപിലമുനി ഒരു കഥ അശ്വശുരനോട് പറഞ്ഞു. ഒരിക്കൽ രൈമി മഹർഷിയും രാജാവ് വാസുവും ബൃഹസ്പതിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ആ സന്ദർഭത്തിൽ നിസ്സംഗതയോടെ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന ഏതൊരാൾക്കും മോക്ഷം ലഭിക്കുമെന്ന് ബൃഹസ്പതി മറുപടി നൽകി. തൻ്റെ വാദം തെളിയിക്കാൻ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. പുരാതന കാലത്ത് സന്യമാൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹം അത്രി മഹർഷിയുടെ പിൻഗാമിയാണ്. ഒരു ദിവസം സ്നാനത്തിനായി പോകവേ പക്ഷി മൃഗാദികളെ പിടിക്കുന്ന വേട്ടക്കാരനായ നിഷ്ഠൂരനെ കണ്ടുമുട്ടി. സന്യാസി നിഷ്ഠൂരന്റെ ദുഷ്പ്രവർത്തികളെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്ഠൂര, എന്തിനാണ് നിങ്ങൾ നിരപരാധികളായ പക്ഷികളെയും മൃഗങ്ങളെയും കെണിവെച്ച് പിടിക്കുന്നത്? നിഷ്ഠൂരൻ മറുപടി പറഞ്ഞു, സർവശക്തനായ ദൈവം എല്ലാ ജീവജാലങ്ങളിലുമുണ്ട്. മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു സാഹചര്യത്തിലും തൻ്റെ അഹങ്കാരത്താൽ തന്നെ കീഴടക്കാൻ അനുവദിക്കരുത്. അങ്ങനെ ചെയ്യുന്നയാൾ മനുഷ്യനല്ല, മറിച്ച് അവനിൽ സന്നിഹിതനായ പരമമായ സർവശക്തനാണ്. ഈ വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ കർത്തവ്യങ്ങൾ നിസ്സംഗതയോടെയും ശ്രദ്ധയോടെയും നിർവഹിക്കണം. പക്ഷികളെയും മൃഗങ്ങളെയും പിടിച്ച് ഞാൻ എൻ്റെ ചൈതന്യം നേടുന്നുണ്ടെങ്കിൽ അത് സർവശക്തൻ്റെ ഇച്ഛയാണ്. തൻ്റെ വാദം തെളിയിക്കാൻ വേട്ടക്കാരൻ തൻ്റെ ഇരുമ്പ് വല വിരിച്ച് അതിൽ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ വെച്ച് സന്യമാനോട് ആ കട്ടകൾ കത്തിക്കാൻ ആവശ്യപ്പെട്ടു. അതിൽ സന്യമാൻ അത്ഭുതപ്പെടുന്നു. വേട്ടക്കാരൻ്റെ നിർദ്ദേശപ്രകാരം മരക്കഷ്ണങ്ങൾ കത്തിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ കട്ടകളും കത്തി. ഇരുമ്പ് വലയുടെ ആയിരക്കണക്കിന് ചെറിയ ദ്വാരങ്ങളിൽ നിന്നും ജ്വാലകൾ പുറത്തു വരാൻ തുടങ്ങി.
ഓരോ ദ്വാരത്തിൽ നിന്നും വരുന്ന തീജ്വാലകൾക്ക് വ്യത്യസ്തമായ ഉറവിടങ്ങൾ ഉള്ളതായി തോന്നിയെങ്കിലും ആ തീജ്വാലകൾ പ്രത്യക്ഷപ്പെട്ടത് ഇരുമ്പ് വലയ്ക്ക് താഴെ കത്തുന്ന ഒറ്റ ഉറവിടമായ കത്തിയ കട്ടകളിൽ നിന്നാണെന്ന് വേട്ടക്കാരൻ സന്യമാനോട് പറഞ്ഞു. വേട്ടക്കാരൻ പറഞ്ഞു, തീയുടെ ഉറവിടം അണയുന്നതുവരെ തീ കെടുത്തുക അസാധ്യമാണ്. ഇരുമ്പ് വലയിലെ ഓരോ ദ്വാരത്തെയും ഒരു വ്യക്തിയുമായും സർവശക്തനായ ദൈവത്തെ അഗ്നിയുടെ ഉറവിടമായും താരതമ്യം ചെയ്യാം. ഒരു മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു. ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ പോലും സർവശക്തനെ നിരന്തരം സ്മരിക്കുന്നിടത്തോളം അയാൾക്ക് ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. വേട്ടക്കാരന്റെ ജ്ഞാനത്തിൽ സന്യാമന് വളരെയധികം മതിപ്പുളവായി. കഥ പൂർത്തിയാക്കിയ ശേഷം ഋഷി ബൃഹസ്പതി രമ്യനോട് പറഞ്ഞു, രക്ഷ ഏതൊരു വ്യക്തിയുടെയും കയ്യെത്തും ദൂരത്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? മോക്ഷം തേടുന്നയാൾ ഒരു ഗൃഹസ്ഥനാണോ അതോ അറിവ് നേടുന്ന ഒരു സന്യാസിയാണോ എന്നത് വലിയ വ്യത്യാസമുള്ള കാര്യമല്ല. അശ്വശിരന്റെ കഥ തുടർന്നുകൊണ്ട് വരാഹം പൃഥ്വിയോട് പറഞ്ഞു, കപിലന്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായ അശ്വശിരൻ നൈമിഷാരണ്യത്തിലേക്ക് പോയി തന്റെ ജീവിതകാലം മുഴുവൻ ഭഗവാൻ നാരായണനെ സേവിച്ചു. ഒരിക്കൽ അദ്ദേഹം യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഭഗവാൻ വിഷ്ണു യാഗപീഠത്തിൽ നിന്ന് ഒരു ഉജ്ജ്വലമായ തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ടു. അശ്വശിരന്റെ സ്വത്വം അതിൽ ലയിച്ചു. അങ്ങനെ അശ്വശിരൻ തന്റെ അഗാധമായ ഭക്തിയുടെ ഗുണത്താൽ ഭഗവാൻ വിഷ്ണുവുമായി ഐക്യപ്പെട്ടു. പ്രിയരെ, വരാഹ പുരാണത്തിന്റെ 1-ാം ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഈ പുരാണത്തിലെ ആദ്യ ഭാഗത്തിന്റെ 4-ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട രാജാവായ വാസുവും മുനി രൈമനും ശ്രീഹരിയുമായി ഒന്നിക്കുന്ന കഥ മുതൽ 2-ാം ഭാഗത്തിൽ പ്രതിപാദിക്കാം. നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.